നാട്ടുകൾ വിഷന്റെ ന്യൂസ് എക്സ്പ്ലെയിൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്റർ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓഫീസ് നവീകരിച്ചത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്ററിന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 8.5 ലക്ഷം രൂപ ചെലവിലാണ് ഓഫീസ് നവീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 21 ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിച്ചത്. എല്ലാവർക്കും നിലവിൽ വളരെ ചെറിയ ഒരു സൗകര്യമാണ് ഉണ്ടായിരുന്നത്. ആ സൗകര്യം വിപുലീകരിച്ച് നടപ്പിലാക്കിയ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെല്ലാവരും വനിതകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ തന്നെ വിപുലമായ ഒരു സൗകര്യം നമ്മുടെ സഹോദരിമാർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്നു. എന്തായാലും 25 വർഷം പിന്നിട്ട വലിയൊരു ചരിത്രത്തിന് ഉടമകളാണ് നിങ്ങൾ. 4 നൂറ്റാണ്ടിലേറെയായി കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിർണായക ശക്തിയായി നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെയും പുരോഗതികളുടെയും കൂടെ വക്താക്കളായി കുടുംബശ്രീ മെമ്പർമാർ മാറി എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീ ശക്തി എന്താണ്, നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്ത് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാക്കി കുടുംബശ്രീയെ മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരു സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടി ആരംഭിച്ച ചെറിയൊരു പ്രസ്ഥാനം ഇന്ന് പടർന്ന് പന്തലിച്ച് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ നേട്ടമാണ്. ഞാൻ ചെയർപേഴ്സൺ ഇന്ദിരചേച്ചിയോട് ചോദിച്ചു, എത്ര യൂണിറ്റുകൾ കരിമ്പുഴ പഞ്ചായത്തിൽ ഉണ്ട്? 400-ലധികം യൂണിറ്റുകൾ. ഈ 5 കുറവുള്ള അതുപോലെ ആവും. അപ്പോൾ 400ഓളം യൂണിറ്റുകൾ ഇവിടെ ശക്തമായി പ്രവർത്തിക്കുന്നു. മെമ്പർമാരെന്ന് ചോദിച്ചപ്പോൾ 5000-ഓളം മെമ്പർമാർ ആ യൂണിറ്റുകളിൽ മെമ്പർമാരാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സമ്പാദ്യം എത്ര ചോദിച്ചപ്പോൾ അത് എണ്ണാൻ കഴിഞ്ഞിട്ടില്ല, കോടിക്കണക്കിന് രൂപയാണെന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. ശരിയല്ലേ? കോടിക്കണക്കിന് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കൈയടിക്കാൻ എന്താ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ വിചാരിച്ചു? ജില്ലാ പഞ്ചായത്ത് അംഗം P മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PA തങ്ങൾ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജര, CDS ചെയർപേഴ്സൺ K ഇന്ദിര, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KK ഷൗക്കത്ത് അലി, സമീറ സലീം, അനസ് പമ്പ്ര, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, പഞ്ചായത്ത് അംഗങ്ങളായ ഖദീജ ഖസീം, C ചാമി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CP സാദിഖ്, M സുബ്രഹ്മണ്യൻ, PC കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു. മത്സരിക്കാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാനൊക്കെ ഒരു വൈമനസ്യം കാണിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ മാറ്റം വന്നു. ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ ആ രംഗത്തും നമ്മുടെ സഹോദരിമാർ കഴിവ് തെളിയിച്ചു. ഏതായാലും നമ്മുടെ ഈ പ്രസ്ഥാനം ഒരു വലിയ മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുഖത്തൊക്കെ അവർക്ക് കൈത്താങ്ങായി നമ്മുടെ കുടുംബശ്രീ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനം നേരിട്ട ഏറ്റവും വലിയൊരു ദുരന്തം വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മുടെ കുടുംബശ്രീയുടെ സഹോദരിമാർ വയനാടിന് വേണ്ടി നൽകിയ ആ ഒരു കൈത്താങ്ങ് കേരളം എന്നും ഓർക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.